ഇന്ന് രാവിലെ തന്നെ അമ്മ വിളിച്ചിട്ടേ പൂള വേണമെങ്കിൽ അമ്മയുടെ വീട്ടിന്റെ അവിടേക്ക് വാങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോ ഇശലിനെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇശലിനെ അംഗൻവാടിക്ക് ആക്കാരാന്ന് കരുതിയിട്ട് അങ്ങനെ ആബി വന്നിട്ട് അവളെ കൊണ്ടുപോയിട്ടുണ്ട്. പൂള പറിക്കാന്ന് പറഞ്ഞാലേ ഇവിടെ കുഴിച്ചിട്ടുണ്ടാക്കിയ പൂള നല്ല കേട്ടോ. ആദ്യം ഈ ഒരു പറമ്പ് മൊത്തത്തിൽ പൂള കൃഷി ചെയ്തിരിക്കായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ പറിച്ചു പോയപ്പോ അതിന്റെ വേരുമ്പോ കൂടെ അങ്ങനെ പൊട്ടി മുളച്ചുണ്ടായി. ഇങ്ങനെ കുഴിച്ചിടാതെ ഉണ്ടായത് കൊണ്ട് തന്നെ ഇതിന്റെ തറകൾക്ക് അധികം വണ്ണം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ കായും അധികം കായൊന്നും ഇതിനുണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്നപ്പോ നല്ല വെയിലായിരുന്നു. വെയിൽ കണ്ടത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോ നല്ല തകൃതിയായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പൂള പറിച്ചിട്ടുണ്ടായിരുന്നു ഇമ്മാന്റെ ആങ്ങളെ വാങ്ങിച്ചിട്ടുള്ള തൊടിയെന്നാണ് കേട്ടോ. ഇവിടെ ഇതാ ഇമ്മയും അമ്മായും പാടെ കൂടിയിട്ടേ ഒരുപാട് കൃഷിയൊക്കെ ചെയ്തു. അങ്ങനത്തെ മഴ തോർന്നപ്പോ ഞങ്ങൾ വീണ്ടും പൂള പറിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലം ഫുള്ളായിട്ട് ഇങ്ങനെ പ്ലോട്ടാക്കി വിറ്റിക്കാൻ കേട്ടോ. ഇവിടെയാണ് എന്റെ അമ്മാവും വീട് വെച്ചിട്ടുള്ളത്. ഇവരുടെ ഒരു വീട് മാത്രമേ ഉള്ളൂ ഇപ്പൊ. പൂള പറിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് ഒരു കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആകെ ഒന്നുള്ളൂ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ ഒന്ന് കിട്ടിയിട്ട് ഇനി ഉണ്ടാവും വിചാരിച്ചിട്ട് ആ തൊട് മൊത്തം തെരഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നു. ഭാഗ്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ തൊടിക മൊത്തം അരിച്ച് പെറുക്കിയിട്ടും വേറെ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഒന്ന് കിട്ടിന്റെ പൊലിവാണ് ഇപ്പൊ നിങ്ങളീ കാണുന്നത്. അമ്മായിക്ക് കാണിച്ചു കൊടുത്തപ്പോ അമ്മായി പറഞ്ഞു 2 ദിവസം മുന്നേ അമ്മായിക്ക് ഇവിടുന്ന് 3-4 കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു കൂണ് കൊണ്ട് ഞാൻ എന്ത് കാട്ടാനാ, ഞാനത് ഉമ്മക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മ കറി വെക്കുമ്പോ കൂടെ കൂടിക്കോളിന്നും പറഞ്ഞു. ഇതിന്റെ ഇടയിൽ കൂടെ അമ്മയും അമ്മായിയും പൂള അങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറെ പറിക്കുമ്പോഴുള്ളൂ കേട്ടോ നമുക്ക് 1-2 കിഴങ്ങൊക്കെ. ഈ തൊടിക മൊത്തം അതേപോലെ തറികൾ മുളച്ചിട്ടുണ്ടായിരുന്നു. സുഖമായിരുന്നു. അധികം വണ്ണല്ലാത്ത കിഴങ്ങുകളായിരുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾക്ക് കിട്ടിയ കിഴങ്ങുകൾ അങ്ങനെ കിട്ടിയെന്ന് എല്ലാവരും വിധിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.